ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരെയും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പോൾ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയും രേവതിനെയും വർഷനെയും ശ്രീകാന്തിനെയൊക്കെയാണ്. അങ്ങനെ ശ്രീകാന്തിന് വർഷയ്ക്കും കാര്യം പിടികിട്ടിട്ടോ. നമ്മുടെ ശരത്ത് ഈ പരിപാടി ചെയ്തിരിക്കുന്നത് ഒരു വാശിപ്പുറത്താണ്, അതൊരു വാശി കാണിച്ചത് തന്നെയാണെന്ന്. അങ്ങനെ നമ്മുടെ വർഷ പറഞ്ഞു, സോറി രേവതി ചേച്ചി, രേവതി ചേച്ചിയുടെ അനിയന് അങ്ങനെ മോഷ്ടിച്ചെന്നും പറഞ്ഞിട്ട് ഞാൻ രേവതി ചേച്ചിനെ സപ്പോർട്ട് ചെയ്യാതെ, രേവതി ചേച്ചിയുടെ അനിയനെ സപ്പോർട്ട് ചെയ്യാതെ സംസാരിച്ചതിൽ സോറി, ക്ഷമിക്കണം. പിന്നെ എനിക്ക് കാര്യം പിടികിട്ടിയത്, ക്ഷമിക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രീകാന്ത് ഒക്കെ പറഞ്ഞു. ഏതായാലും നമ്മൾ ശ്രീകാന്ത് ചോദിച്ചു എങ്ങനെയാ ശരത്തിനെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അറിയില്ല, അമ്മ കേസ് പിൻവലിക്കുകയാണെങ്കിൽ രക്ഷപ്പെടുത്താൻ പറ്റും, ഇല്ലെങ്കിൽ പറ്റത്തില്ലടാ. അതിനുവേണ്ടി ഞാൻ അച്ഛനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. പിന്നെ അച്ഛൻ എന്ത് പറഞ്ഞാലും അമ്മ കേൾക്കൂല, അപ്പം സമ്മതിക്കുമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ രവീന്ദ്രൻ വന്നു രേവതി പറഞ്ഞു, സച്ചിട്ട ദേ അച്ഛൻ വന്നു എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ രവീന്ദ്രനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും, രവീന്ദ്രന്റെ മുഖം കാണുമ്പോഴേ മനസ്സിലാവും ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കുകയില്ലാന്ന്. അങ്ങനെ സച്ചി ചോദിക്കുക, അമ്മേനെ കണ്ടായിരുന്നോ, അമ്മയോട് സംസാരിച്ചായിരുന്നോ? അമ്മേനെ കണ്ടു, അമ്മയോട് സംസാരിക്കുകയും ചെയ്തു. അല്ല അമ്മ എന്താ അച്ഛാ പറഞ്ഞത്, അമ്മ സമ്മതിച്ചോ? അച്ഛൻ പറഞ്ഞാൽ അമ്മ സമ്മതിക്കൂലോ അല്ലേ? അപ്പോഴത്തേക്ക് രേവതി ചോദിച്ചു, അല്ല പറ്റില്ല എന്നാണോ അച്ഛാ പറഞ്ഞത്? അച്ഛന്റെ മുഖം കണ്ടാലേ എനിക്ക് മനസ്സിലാകും അമ്മ പറഞ്ഞ മറുപടി എന്തായിരിക്കുമെന്ന്. പറ്റില്ല എന്ന് തന്നെയല്ലേ അമ്മ പറഞ്ഞത്? അത് പിന്നെ അവൾക്ക് പരാതി പിൻവലിക്കാൻ പറ്റില്ലെന്ന് തന്നെയാ മോളെ പറഞ്ഞത്. അവള് അതിലുറച്ചു നിൽക്കുകയാണ്. പിന്നെ കുറെ കണ്ടീഷൻസ് ഒക്കെ ആയിട്ട് അവള് മുന്നോട്ടേക്ക് വന്നു. അവളോട് ഞാൻ വേറെ രീതിയിലൊക്കെ സംസാരിച്ച് നോക്കിയതാ, പക്ഷെ അമ്പിലും വില്ലിലും അടുക്കുന്നില്ല. അത് പിന്നെ അച്ഛൻ പറഞ്ഞാൽ അമ്മ കേൾക്കുന്ന ഞാൻ കരുതിയത്. അവൾ അങ്ങനെയായിരുന്നു സച്ചി. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ അങ്ങോട്ടേക്ക് അവളെ കാണാൻ വേണ്ടി പോയത്. പക്ഷേ അവളെ ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. ഈ വിഷയത്തില് ഞാൻ പറഞ്ഞിട്ട് അവൾ അനങ്ങുന്നില്ല. അവള് വേറെ ഏതോ ഒരു ലോകത്താ. അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പൊ മറ്റെന്തെങ്കിലും വഴി നോക്കുന്നതാ മോനെ സച്ചി നല്ലത്. അല്ലാതെ രേവതി മോളെ, നമ്മുടെ ചന്ദ്ര കേസ് പിൻവലിച്ചിട്ട് ഒരിക്കലും നമ്മുടെ ശരത്ത് പുറത്തിറങ്ങാൻ ചാൻസ് ഇല്ല. പിന്നെ അവൾ പറയുന്നൊരു കണ്ടീഷൻ ഉണ്ട്, അവൾ ഈ കേസ് പിൻവലിക്കണമെങ്കിൽ രേവതി സച്ചിയും ഈ വീട് വിട്ട് ഇറങ്ങി പോകണമെന്നാ പറയുന്നത്. അതിനൊരിക്കലും ഞാൻ സമ്മതിക്കില്ല. ഞാൻ അങ്ങനെ ഇറക്കി വിടുവോ എന്റെ മക്കളെ? ഇല്ല, ഞാൻ ഇറക്കി വിടില്ല. അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു, ഇവരെ പുറത്താക്കിയിട്ട് അമ്മയ്ക്ക് എന്ത് കിട്ടാനാ? അമ്മയുടെ മകനും മരുമകളും അല്ലേ. ദേ ഇവരിവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, അച്ഛനെ കൂട്ടി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും, എന്നിട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി താമസിക്കാം. എന്നിട്ട് നമ്മുടെ വർഷ പറഞ്ഞു, അല്ലെങ്കിൽ നേരാ, എന്തിനാ വെറുതെ ഇങ്ങനെ വാശി പിടിക്കുന്നത് ആന്റി? അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, മോളെ രേവതി, നീ കൂടുതൽ വിഷമിക്കൊന്നും വേണ്ട. കിട്ടിയ അവസരം മുതലെടുത്ത് നിങ്ങൾ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയാ നോക്കുന്നത്. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം സച്ചി രേവതി എന്റെ കൂടെ ഉണ്ടാകും. അവര് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങില്ലെന്ന് തന്നെയാ ഞാൻ പറഞ്ഞത്. അങ്ങനെ തന്നെയായിരിക്കും ഇനി സംഭവിക്കാൻ പോവാ. അല്ലാതെ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ചന്ദ്രയുടെ കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. ചന്ദ്ര പരാതി പിൻവലിക്കുന്നില്ല. ഇനിയിപ്പം എന്താ ചെയ്യേണ്ടത്? അതിനെക്കുറിച്ച് ആലോചിക്കുക ചെയ്യേണ്ടത്. നിന്റെ അനിയനൊരു ഭാവി ഉണ്ടല്ലോ, ആ അനിയന്റെ ഭാവി ഒരിക്കലും കളയാൻ പാടില്ല മോളെ. ഇനി അടുത്ത വഴി എന്താണെന്ന് വെച്ചാല് നോക്ക് സച്ചി, അങ്ങനെ എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുക്കാൻ നോക്ക്. ഇത്രയൊക്കെ പറഞ്ഞത് കേട്ടപ്പോ തന്നെ നമ്മുടെ സച്ചി വല്ലാണ്ടായിപ്പോട്ടോ. സച്ചി അച്ഛാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രവീന്ദ്രന്റെ തോളിലേക്ക് ചാഞ്ഞ് കെട്ടിപ്പിടിച്ച് കിടന്ന് കരയാണ് കേട്ടോ. തന്റെ അമ്മയ്ക്ക് തന്നോടൊരു സ്നേഹമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ കരുതിയിട്ടൊക്കെ ആയിരിക്കാം. കാരണം ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാൻ വേണ്ടി നമ്മുടെ സച്ചിയോട് ആവശ്യപ്പെടുന്നുണ്ടല്ലോ ഒരു അവസരം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും. ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട്, സച്ചേട്ട ഇനിയിപ്പോ എന്താ സച്ചേട്ട ചെയ്യുന്നത്? എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ. വർഷ പറഞ്ഞു, പിന്നെ ചിലപ്പം ആന്റി ദേഷ്യത്തിന് പറഞ്ഞതാണെങ്കിലോ, കുറച്ച് ടൈം കൊടുത്താലേ ആന്റിക്ക് ഇത് മനസ്സിലാകും. ചിലപ്പോ ആന്റി പറയും, അല്ല നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം, അല്ലെങ്കിൽ പിന്നെ ടൈം പോകത്തില്ലേ എന്ന് ശ്രീകാന്ത്. അങ്ങനെ എല്ലാവരും അവരോട് അഭിപ്രായങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. രവീന്ദ്രന് ഒന്നും മിണ്ടാതെ അങ്ങ് മാറിപ്പോയി. രവീന്ദ്രനും ഒന്നും ചെയ്യാൻ കഴിയില്ല, നിസ്സഹായ അവസ്ഥയാണ്. അങ്ങനെ വർഷയുടെ റൂമിൽ പോയി നമ്മുടെ സച്ചി രേവതി ഇങ്ങനെ കരഞ്ഞോണ്ട്, സച്ചി രേവതി അല്ല, രേവതി ഇങ്ങനെ കരഞ്ഞോണ്ട് നിൽക്കുക. ഇനി എന്താ അടുത്ത വഴി എന്ന് ഓർത്തിട്ട്. ഏതായാലും ഇതേ സമയം വീണ്ടും നമ്മുടെ രേവതി സച്ചി വക്കീലിനെ കാണാൻ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും, നിങ്ങളുടെ അമ്മ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണല്ലേ, പരാതി പിൻവലിക്കത്തില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഞാൻ വിചാരിച്ചാല് നിങ്ങളുടെ അനിയനെ രക്ഷിക്കാൻ പറ്റും, കേസ് ഒഴിവാക്കാം. പക്ഷേ അതിന് ഒരു 5 ലക്ഷം രൂപ വേണ്ടി വരും. എന്ത് 5 ലക്ഷം രൂപയോ? ഈ 5 ലക്ഷം രൂപയ്ക്ക് ഞങ്ങള് എവിടെ പോകാനാ സാറേ? ഈ 5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാല് 5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപ. ഇല്ലെങ്കിൽ നിങ്ങളുടെ അനിയൻ ഉറപ്പായിട്ടും
5 ലക്ഷം രൂപ തന്നില്ലെങ്കിൽ ചുരുങ്ങിയത് 1 വർഷമെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരും. 1 വർഷമോ? എന്റെ അനിയനോ? എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ അനിയൻ 1 വർഷം 1 വർഷം ജയിലിൽ കിടക്കുന്നു പറഞ്ഞാല് നിങ്ങളെ പേടിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞൊന്നും അല്ല മക്കളെ. 5 ലക്ഷം രൂപ ചെലവാക്കുകയാണെങ്കിൽ ഓക്കെ, അത് ചെലവാക്കിയേ പറ്റത്തുള്ളൂ. എങ്കില് അവനെ രക്ഷപ്പെടുത്താൻ പറ്റും. അല്ല സാർ, വേറെ വേറെ വഴിയൊന്നുമില്ലേ? ദേ, വേറെ വഴിയൊന്നുമില്ല. ഇതൊരു കുടുംബ പ്രശ്നം ആയതുകൊണ്ട് 2 പേരുടെയും വാദം കേട്ടിട്ട് ഒത്തുതീർപ്പാക്കി ഞാന് കുടുംബ കോടതിയിൽ എത്തിക്കാതെ നോക്കാം. ദേ, ഇത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാ പറയുന്നത്. 5 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാല് ഓക്കെ. അത് പിന്നെ സാറേ, ക്യാഷ് കുറച്ച് അധികമല്ലേ? ഇതൊരു മോഷണ കേസല്ലേ? ജയിലിൽ പോയാൽ അവന്റെ ഭാവി ഇതോടുകൂടി തീർന്നു. അപ്പം കുറച്ച് ക്യാഷൊക്കെ ഇറക്കേണ്ടി വരും. കേസായാലേ അവനെ പുറത്തിറക്കാൻ അവന്റെ പുറകെ നടക്കേണ്ടി വരില്ലേ? അപ്പൊ അവനെ അതിനേക്കാൾ കൂടുതൽ ക്യാഷ് ആവില്ലേ? ചിന്തിച്ചു നോക്ക്, ഒന്ന് ആലോചിച്ച് നോക്ക്, എന്നിട്ട് ഒരു തീരുമാനം എടുക്കുക എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പൊ സച്ചി പറഞ്ഞു, ക്യാഷ് 5 ലക്ഷം അത് ഞാൻ തരാം സാർ, പക്ഷെ അത് സംഘടിപ്പിക്കാൻ എനിക്ക് കുറച്ച് സമയം തരണം. എത്രയും പെട്ടെന്ന് തന്നാൽ അത്രയും നല്ലത്. പോലീസുകാർ പിടികൂടിയ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കയ്യിൽ നിന്ന് പോകുവേ. ജാമ്യം കിട്ടാൻ പോലും പ്രയാസം, അത് മറക്കരുത്. അത് പിന്നെ ശരി സാറേ, എത്രയും പെട്ടെന്ന് ഞാൻ 5 ലക്ഷം രൂപയായിട്ട് വരാം. അവൻ ജയിലിൽ പോകാൻ പാടില്ല ഒരിക്കലും. അവന് വേണ്ടി എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് രേവതി സച്ചിയും കൂടെ അവിടെ നിന്ന് ഇറങ്ങുക. രേവതിക്കോ സച്ചിക്കോ ഒരു പിടിപാടും ഇല്ല. എവിടെ നീ 5 ലക്ഷം രൂപ ഉണ്ടാക്കുമെന്ന്. സാധാരണക്കാരിൽ സാധാരണക്കാരാണ്. ഒരു ടാക്സി ഡ്രൈവറിന് പെട്ടെന്ന് 5 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുകയാണ് നമ്മുടെ സച്ചിയും രേവതിയും. അങ്ങനെ നമ്മുടെ രേവതി ചോദിക്കുക, സച്ചിയേട്ടാ, ഈ 5 ലക്ഷം രൂപ നമ്മൾ എവിടെ പോയാ ഉണ്ടാക്കേണ്ടത്? എനിക്കിത് മനസ്സിലാവും. അത് നമുക്ക് എടുക്കാം. മാത്രമല്ല, പിന്നെ നമ്മുടെ ഗുണ്ടികയിൽ കുറച്ച് പൈസ കിടപ്പുണ്ടല്ലോ, അതും എടുക്കാം. അത് എത്ര രൂപ ഉണ്ടാകും? 50,000 വരുമോ? അതൊന്നും അറിയില്ല സച്ചേട്ടാ. ദേ, ആ ഫിനാൻസർ നമുക്കറിയാലോ, ഞാൻ അദ്ദേഹത്തിനോട് ഒന്ന് സംസാരിച്ച് നോക്കാം. നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ അടുത്ത് ഇറങ്ങിക്കോ, നീ ഓട്ടോ വിളിച്ച് വീട്ടിൽ പൊക്കോ, ഞാൻ അദ്ദേഹത്തെ ഒന്ന് പോയി കണ്ടിട്ട് വരാന്ന് പറയാണ്. എങ്ങനെയൊക്കെയല്ലേ പൈസ ഉണ്ടാക്കണല്ലേ, അതിന്റെ നൊട്ടോട്ടത്തിലാണ് ഇനി ഇപ്പൊ നമ്മുടെ സച്ചി രേവതി. അങ്ങനെ രേവതി അവിടെ ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ വിളിച്ച് പോവാണ് കേട്ടോ. രേവതി ചുമ്മാതെ പോവുകയൊന്നും അല്ല കേട്ടോ. രേവതിയും അവിടെയും ഇവിടെയും ഒക്കെ 5-10 രൂപ വെച്ച് പലവരുടെ ആൾക്കാരുടെ കയ്യിൽ നിന്നും ഇങ്ങനെ മേടിക്കുകയാണ്. എങ്ങനെയെങ്കിലും നമ്മുടെ ശരത്തിന് ഇറക്കാൻ 5 ലക്ഷം രൂപ വേണമല്ലോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ സച്ചി പോകുന്നത് വേറെ എങ്ങോട്ടേക്കും അല്ല, നേരെ ആ ഫിനാൻസറിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അവിടെ ചെന്ന് കൈയും കാലും നീട്ടി തരം താഴ്ന്ന രീതിയിൽ പൈസ ചോദിക്കുകയാണ് കേട്ടോ. ആവർത്തിച്ച് അവരില്ലാന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് കേട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ രേവതി നേരെ ദേവുവിനെ വിളിക്കണം. അപ്പൊ ദേവുവിനെ വിളിച്ചു. ദേവു, എന്താ ചേച്ചി വിളിച്ചത്? അത് പിന്നെ ഞാനും സച്ചേട്ടനും അഡ്വക്കേറ്റിനെ പോയി കണ്ടായിരുന്നു കേട്ടോ. കേസ് പുറത്തു വെച്ച് കോംപ്രമൈസ് ആക്കണമെങ്കിൽ ഒരു 5 ലക്ഷം രൂപ വേണമെന്നാ അഡ്വക്കേറ്റ് പറഞ്ഞത്. എങ്ങനെയെങ്കിലും അത് സംഘടിപ്പിച്ച് കൊടുക്കും നമ്മള്. അല്ല ചേച്ചി, അത് പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലും 5 ലക്ഷം രൂപ സംഘടിപ്പിച്ച് കൊടുക്കണം. ഒരിക്കലും ജയിലിൽ വിടാൻ പാടില്ല ചേച്ചി. അതെ, ആ ഒരു വാശി തന്നെയാ സച്ചേട്ടനും. അല്ല, നീ പുറത്താണോ ദേവു? അതെ ചേച്ചി, ഞാൻ പുറത്താ, അമ്മയുണ്ട് കൂടെ. സച്ചേട്ടന്റെ അമ്മേനെ കാണാൻ വേണ്ടി ഭാവയാന്റിയുടെ വീട്ടിലേക്ക് പോവാ. എന്തിന്? അങ്ങോട്ടേക്കൊന്നും പോവണ്ട. ദേവു ചെയ്ത്, എന്റെ പൊന്ന് ദേവു, അവിടെ ചെന്നിട്ട് യാതൊരു കാര്യവുമില്ല. അത് പിന്നെ കരഞ്ഞ് കാല് പിടിക്കാം. ചിലപ്പം അമ്മ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പിൻവലിച്ചാല്. ഓ, എന്റെ പൊന്നു മോളെ, അമ്മ അതൊന്നും പിൻവലിക്കത്തില്ല. നീ അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുത്ത് ദേവു എന്ന് പറഞ്ഞിട്ട് നേരെ നമ്മുടെ ലക്ഷ്മിയുടെ കയ്യിൽ ഫോൺ കൊടുക്കാണ് കേട്ടോ. അങ്ങനെ ലക്ഷ്മി സംസാരിക്കുക. അത് പിന്നെ എന്താ മോള്, അമ്മ എന്തിനാ സച്ചേട്ടൻ അമ്മേനെ കാണാൻ പോകുന്നത്? വെറുതെ വേണ്ട കേട്ടോ. അവിടെ ചെന്ന് പരാതി പിൻവലിക്കാനൊന്നും പറയുകയൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞു നോർത്തുകൊണ്ട് അമ്മ പിൻവലിക്കത്തില്ല. അവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നടക്കാൻ പോകുന്നില്ലെന്നേ. നമ്മുടെ ശരത്ത് ജയിലിൽ പോവില്ല. അതിന് വേണ്ടതൊക്കെ ഞാൻ സച്ചേട്ടന് ചെയ്യുന്നുണ്ട്. വെറുതെ അങ്ങോട്ടേക്ക് പോവല്ലേ. അത് പിന്നെ നിങ്ങൾ എന്ത് ചെയ്തിട്ട് കാര്യമില്ല. ചന്ദ്രപതി പരാതി പിൻവലിച്ചില്ലെങ്കിൽ എന്റെ മുന്നിൽ ജയിലിൽ പോകേണ്ടി വരും. കാല് പിടിച്ചാലും കുഴപ്പമില്ല. ദൈവമേ അമ്മേ, ഞാനൊന്ന് പറയുന്ന കേക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞാല് അവരെ അമ്മ അപമാനിച്ചു വിടുക മാത്രമേ ഉള്ളൂ. അല്ലാതെ പരാതി പിൻവലിക്കാനൊന്നും പോകുന്നില്ല. ഒന്ന് മനസ്സിലാക്ക്. ഇല്ല മോളെ, കാല് പിടിച്ചിട്ടാണെങ്കിലും ഞാന് ചന്ദ്രമതിനെ കൊണ്ട് പരാതി പിൻവലിപ്പിക്കും. അങ്ങനെ പിൻവലിപ്പിച്ചിട്ടേ പറ്റൂ. നീ കൂടുതലൊന്നും പറയണ്ട, ഞാന് ബാക്കി കാര്യം നോക്കിക്കോളാം. എന്റെ പൊന്നമ്മേ, ഞാൻ പറയുന്നത് കേക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി പറയുന്നത് കേൾക്കാതെ നമ്മുടെ ലക്ഷ്മി ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ലക്ഷ്മി വീണ്ടും ദേവുവിനെയും കൂട്ടി പരാതി പിൻവലിപ്പിക്കാൻ പറയാൻ വേണ്ടി പോവാണ് ചന്ദ്രന്റെ അടുത്തേക്ക്. അവിടെ ചെന്നാ പിന്നെ എന്താ നടക്കുന്നത്? ഏതായാലും ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ നമ്മുടെ ആന്റണീനെയാണ്. ആന്റണി ഉണ്ട്, നവീൻ ദാസും ഉണ്ട് കേട്ടോ.
ഏതായാലും ആന്റണി നവീൻദാസും ഇപ്പം ഒത്തുചേർന്ന് ശ്രുതിയുടെ കയ്യിൽ നിന്ന് പൈസ തട്ടിക്കാൻ നോക്കുകയാണല്ലോ. അങ്ങനെ നമ്മുടെ നവീൻദാസ് പറയാ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. നിന്നെ അങ്ങനെ ശ്രുതിയോ മീരിയോ കണ്ടാല് പിന്നെ ക്യാഷ് മേടിക്കാൻ പറ്റുമോ? നമ്മുടെ കള്ളക്കളി അവരറിയില്ലേ നവീൻദാസ്? അവര് ക്യാഷ് ഒന്നും തരാൻ പോകുന്നില്ല. ആര് പറഞ്ഞു? ദേ ഞാനാണെങ്കിൽ എങ്ങനെയെങ്കിലും വാങ്ങിച്ചേനെ. നീ ഇപ്പൊ ഇടപെട്ടോണ്ട ആന്റണി ഇങ്ങനെ, അല്ലാതെ പണ്ടേ പൈസ കിട്ടിയേനെ. എടാ നിനക്കെന്നെ ശരിക്കും മനസ്സിലായിട്ടില്ലടാ നവീൻദാസേ. എന്റെ ജോലി തന്നെ ഇടിച്ച് വിഴിഞ്ഞ് വീശിപ്പെടുത്തി പൈസ മേടിക്കല. അത് നിനക്കറിയാലോ. അതിപ്പം ഞാനിപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാല് അത് എനിക്കറിയാം. നീ ഇപ്പം മുറി പോകാൻ നോക്ക. നീ ഇപ്പം ഈ വഴി പുറത്തൊന്നും പോകാൻ നോക്കണ്ട. അത് പിന്നെ ഞാനൊരു ജ്യൂസ് കുടിച്ചിട്ട് വരാം. ജ്യൂസൊക്കെ നിന്റെ മുറി കൊണ്ടുവരാം. നീ പോ, നിന്റെ കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, നീ പോ എന്ന് പറഞ്ഞിട്ട് നവീൻദാസിനെ കയറ്റി അകത്ത് വിടുകയാണ് കേട്ടോ. നൈസായിട്ട് നവീൻദാസ് ഒന്ന് പുറത്തിറങ്ങാൻ നോക്കിയതാ, സമ്മതിച്ചില്ല കേട്ടോ. ഏതായാലും ഈ സമയത്ത് കാണിക്കുന്ന ഒരു സീൻ എന്ന് പറയുന്നത് നമ്മുടെ ആന്റണി നേരെ ശ്രുതിനെ വിളിക്കുകയാണ്. അങ്ങനെ ശ്രുതിയുടെ കോള് ആന്റണിയുടെ കോള് കണ്ടതും ശ്രുതി ഞെട്ടിട്ടോ. ഹലോ ആന്റണി, എന്താ ആന്റണി? അതെ, ഏത് ദിവസവും ഏത് നിമിഷവും നവീൻദാസ് മരിക്കാം. അതിന്റെ അവസ്ഥ നീ കണ്ടതാണല്ലോ. പിന്നെ നീ എന്താ ക്യാഷ് എത്തിക്കാത്തത്? എത്രയും പെട്ടെന്ന് എനിക്ക് ക്യാഷ് കിട്ടണം. അവനെ ചികിത്സിച്ചില്ലെങ്കിൽ അവൻ മരിച്ചു പോകും. അത് നീ ഓർത്തോ. നിനക്ക് അവനൊരു ശല്യമാണല്ലോ, അതുകൊണ്ട് അവൻ മരിച്ചോട്ടെ എന്നാണോ നീ വിചാരിക്കുന്നത്? അയ്യോ ഒരിക്കലും അങ്ങനെയല്ല. അവൻ മരിച്ചാലേ നീ കുടുങ്ങും, നിനക്ക് ജയിലിൽ പോകേണ്ടി വരും. നിനക്ക് വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്തത്, അത് നീ മനസ്സിലാക്കിക്കോ. നീ ഞാൻ പറഞ്ഞ പൈസ താടി. അപ്പോഴത്തേക്കും പറഞ്ഞു, അത് പിന്നെ ഞാനിപ്പൊ എങ്ങനെയാ പൈസ ഒപ്പിച്ച് തരിക? അല്ല ഞാനൊരു കാര്യം പറയട്ടെ, എങ്ങനെയെങ്കിലും അവനൊന്ന് രക്ഷിക്കണമെങ്കിൽ പൈസ വേണമെന്നേ. ആ പൈസ തരാന്ന് പറഞ്ഞിട്ടല്ലേ ഇവിടുന്ന് പോയത്. ഇപ്പൊ എന്റെ കയ്യിൽ ക്യാഷ് ഇല്ല, സംഘടിപ്പിക്കാനും പറ്റിയില്ല എന്ന് പറഞ്ഞാലേ എങ്ങനെയാ എന്റെ പൊന്നുമോളെ ശ്രുതി? ക്യാഷ് കിട്ടിയാലേ പറ്റത്തുള്ളൂ. കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ക്യാഷ് കിട്ടണം. നീ എവിടുന്നെങ്കിലും ക്യാഷ് സംഘടിപ്പിച്ച് തരാൻ നോക്ക്. അത് പിന്നെ ഞാൻ നോക്കാന്ന് പറഞ്ഞാൽ പോരാ, ക്യാഷുമായിട്ട് ഇവിടെ വന്നിരിക്കണം, എന്നിട്ടേ പ്രയോജനമുള്ളൂ. അല്ലാതെ യാതൊരു പ്രയോജനവും ഇല്ല. അത് പിന്നെ ആന്റണി അപ്പോഴത്തേക്കും ആന്റണി ഫോൺ കട്ട് ചെയ്തു കേട്ടോ. 2 ലക്ഷം രൂപ ഇനി നമ്മുടെ ശ്രുതി ഉണ്ടാക്കണം. ഈ ഒരു സമയത്താണ് ദേവുവും ലക്ഷ്മിയും കൂടി നേരെ നമ്മുടെ ഭാമയുടെ വീട്ടിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ ഭാമ വാതിൽ തുറന്നപ്പോഴത്തേക്കും ദേവുവും ലക്ഷ്മി കോളിംഗ് ബെൽ അടിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഭാമ നല്ല രീതിയിൽ തന്നെ അവരെ സ്വീകരിച്ച് അകത്ത് കയറ്റുകയാണ് കേട്ടോ. കയറിയിരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര വന്നിട്ട് കയറി ഇരുത്താനോ? ഇവളൊക്കെ വീട്ടിൽ കയറ്റിയാലേ വീട്ടിലുള്ള പലതും കാണാതാകും. നിന്റെ ക്യാഷ് സ്വർണ്ണമൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിച്ചു വെക്കും. നാണമില്ല ഭാമേ ഇവര് വീട്ടിൽ കയറ്റാനായിട്ട്? അത് പിന്നെ ആന്റി ഇങ്ങനെ പറയല്ലേ, ഞങ്ങൾ അത്രക്കാരല്ല കേട്ടോ. ഓ ഹരിചന്ദ്രന്റെ കൊച്ചുമോളല്ലേ? ഇങ്ങോട്ട് വാടി ഇങ്ങോട്ട്. നീ ഈ വീട്ടിന്റെ വെളിയിൽ നിന്നാ മതി. നീ എത്രക്കാരാണെന്ന് നാട്ടിലുള്ളവർക്ക് മുഴുവൻ മനസ്സിലായിട്ടുണ്ട്. നടുറോട്ടിൽ വെച്ച് നിന്റെ അനിയൻ എന്റെ ക്യാഷ് മോഷ്ടിക്കുന്നത് ലോകം മുഴുവൻ കണ്ടതല്ലേടി? നിന്റെ അമ്മയല്ലേടി കോച്ചിങ് കൊടുത്ത് വിട്ടത്, നിന്റെ ചേച്ചി? അപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, ചന്ദ്രമതി നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, അത് ഞാൻ കേട്ടോളാം. പക്ഷെ എന്റെ മക്കളെ കുറിച്ച്, എന്റെ മോനെ കുറിച്ച് അങ്ങനെയൊന്നും പറയരുത്. അവനെ ഒന്ന് രക്ഷിക്കണം പ്ലീസ്. ഞാൻ കരഞ്ഞ് കാല് പിടിക്കാം. ഞാൻ എന്താ ചെയ്യേണ്ടത്? പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ കൊടുത്ത പരാതി ഒന്ന് പിൻവലിക്കില്ലേ ചന്ദ്രൻ? ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം ചന്ദ്രേച്ചി, പ്ലീസ് എന്റെ മോനെ ഒന്ന് രക്ഷിക്കാൻ. ഓ ദൈവം നമ്മുടെ വിചാരിച്ചാൽ പോലും നിന്റെ മോനെ രക്ഷിക്കാൻ പറ്റില്ലടി. ഈ ചന്ദ്രമതി രക്ഷിക്കാൻ പോകുന്നില്ലടി. അയ്യോ കരഞ്ഞ് കാല് പിടിച്ച് വന്നേക്കുന്നത് കണ്ടില്ലേ? കരഞ്ഞ് കാല് പിടിച്ച് പരാതി പിൻവലിക്കാമെന്ന് കരുതിയോ നീ എന്റെ കാലില് വീട് ഞാൻ ചവിട്ടി എറി പുറത്ത് കളയും ഞാന്. ഒരിക്കലും ഈ ചന്ദ്രമതി സമ്മതിക്കില്ലടി. അവൻ ജയിലിൽ കിടക്കണം, അതാടി എന്റെ ആഗ്രഹം. ഈ ഒരു സമയത്ത് നമ്മുടെ രേവതിയും പുറകെ എത്തിയിട്ടോ. രേവതി അറിഞ്ഞായിരുന്നല്ലോ. രേവതിനെ കണ്ടതും, ഓ നിന്റെ അമ്മേനെ നീയാണോടി പറഞ്ഞു വിട്ടത്? നീയും കരഞ്ഞ് കാല് പിടിക്കാനാണോ വന്നത്? അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി, എന്താ അമ്മ ഇത്? ഇവർക്കൊരു സമാധാനം ഇല്ലാഞ്ഞിട്ട് വന്നതാ. അമ്മേ ഇങ്ങ് വന്നേമ്മേ, ബാ നമുക്ക് പോകാം. അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ. അത് പിന്നെ എന്ത് സമാധാനത്തിലാ മോളെ ഞാൻ വീട്ടിൽ കഴിയുന്നത് എന്റെ മോൻ? അപ്പൊ ചന്ദ്ര പറഞ്ഞു, ഒരു കാര്യമില്ല, പോലീസുകാര് നിങ്ങളുടെ മോന് വേണ്ടി വല വിരിച്ചിട്ടുണ്ട്. ഏത് നിമിഷവും അവനെ പിടിവീഴും. കള്ളനെ പിടിക്കുന്നില്ല എന്നുള്ള പഴി അവരും കേൾക്കുന്നുണ്ടല്ലോ പോലീസുകാര്. അതുകൊണ്ട് പിടിക്കൂടി ഉറപ്പാ. പോലീസുകാര് ദേഷ്യത്തിൽ തന്നെ ഉള്ളത്. അവന് എല്ലൂരിയ ശേഷമേ അവനെ ജയിലിലേക്ക് അയക്കത്തുള്ളൂ. അപ്പൊ നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, ചന്ദ്രമതി കണ്ണിൽ ചോരയില്ലാതെ ഇങ്ങനെ സംസാരിക്കരുത്. എന്റെ മോന്റെ ഭാവിയും പഠിപ്പും ഒക്കെ നിങ്ങളുടെ കയ്യില്. നിങ്ങളൊന്ന് വിചാരിക്കുകയാണെങ്കിൽ രക്ഷപ്പെടും. അവൻ ജയിലിൽ പോവുകയാണെങ്കിൽ അതോടുകൂടി എല്ലാം അവസാനിക്കും. അവസാനിക്കട്ടെ അവന്റെ ആ പഠിപ്പും ഭാവിയും. അവൻ എന്ത് ഭാവി അടിയുള്ളത്? അവൻ കോളേജിൽ പോകുന്നുണ്ടോ? കക്കാൻ നടക്കുമല്ലേ, കക്കാനും മോഷ്ടിക്കാനും. ഇവനൊക്കെ പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവനൊക്കെ ജയിലിൽ പോകേണ്ടവനാ, അല്ലാതെ പഠിച്ച് ജോലി മേടിക്കേണ്ടവനല്ല. ഭാമെ കള്ളന്മാരുടെ കുടുംബത്തിൽ നിന്ന് പെണ്ണിനെ കെട്ടിക്കൊണ്ട് വരരുതെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലായിരുന്നോ? ആരെങ്കിലും കേട്ടോ? ആരും ഇല്ലായിരുന്നല്ലോ.
ഒരു ഗതി പരഗതിയില്ലാത്ത പെണ്ണിനെയും അവന്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി അവര് രവിയേട്ടൻ എന്റെ കുടുംബത്തെ ബലി കൊടുത്തു. ദേ അമ്മേ മതി, നിർത്തിക്കോ, ഇനി കൂടുതലൊന്നും പറയില്ല. ആ അച്ഛൻ വെക്കാതെ നാണം ഉണ്ട് അമ്മയ്ക്കും മക്കൾക്കും എന്റെ മുമ്പിൽ വന്നിട്ട് കെഞ്ചാനായിട്ട്. എന്റെ വീട്ടിൽ വന്ന് കയറിയതോടെ എന്റെ സമാധാനം ഇല്ലാതായി, അറിയാലോ. അതുകൊണ്ട് ഇറങ്ങി പൊക്കോടെ വിടുന്നു. ദേ നോക്ക്, ഞാൻ എന്റെ വീട് വിട്ട് ഇവിടെ വന്ന് നിൽക്കേണ്ട അവസ്ഥയെ നീ നിന്റെ അനിയൻ നിന്റെ കുടുംബമൊക്കെ കാരണം തന്നെയാടി. അത് പിന്നെ അമ്മയായിട്ട് ഇറങ്ങിയൊന്നുമല്ലേ, അല്ലാതെ ആരും പിടിച്ച് ഇറക്കി വിട്ടൊന്നും അല്ലല്ലോ. പിടിച്ചിറക്കാനായിട്ട് ഇങ്ങോട്ട് പാടി. എന്റെ വീട്ടിലാണ് നീ കഴിഞ്ഞെന്നുള്ള വിചാരം വല്ലതും നിനക്കൊണ്ടോടി? നിനക്കതില്ലല്ലോ. ആ വിചാരം വേണം. എന്നെ അവിടുന്ന് കഴുത്തിന് പിടിച്ച് നീ ഇറക്കിയതല്ലേ, ഞാൻ എന്റെ ഇഷ്ടത്തിന് പോയതാ. പക്ഷെ നിന്നെ ഞാൻ കഴുത്തിന് പിടിച്ച് ഇറക്കും. അത് അറിയാനായിട്ടല്ല. എന്റെ മക്കളും അദ്ദേഹവും ഒക്കെ അവിടെ ഉണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് ചെയ്യാത്തത്. എന്തായാലും നീ നിൽക്കുന്ന ആ വീട്ടിലേക്ക് ഇനി ഞാൻ വരത്തില്ല. ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ, ഇത് രണ്ടിലാണെങ്കിലും ഒരാൾ മതിരി ആ വീട്ടില്. ഓടി ഇറങ്ങി പട്ടിയെ പോലെ മൂങ്ങിക്കൊണ്ട് വരാതെ. ഈ സമയത്ത് നമ്മുടെ രേവതി പറഞ്ഞു, താങ്ങാൻ കഴിയുന്നതിനും അപ്പുറം ഞങ്ങള് അനുഭവിക്കുന്നത്. വീണ്ടും വീണ്ടും ഇങ്ങനെ കുത്തി സംസാരിക്കരുത് അമ്മേ. എന്താ അമ്മ ഇത്? അപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, ചന്ദ്രൻ എന്റെ മോനൊരു തെറ്റ് ചെയ്തു പോയി, അത് ന്യായീകരിക്കാനൊന്നും അല്ല ഞങ്ങൾ വന്നത്, പക്ഷെ പൊറുക്കണെന്ന് പറയാൻ വേണ്ടിയാ വന്നത്. അവന് ഒരു ആണല്ലേ, അവന്റെ ഭാവിയെങ്കിലും ഒന്ന് ഓർക്ക്. നിനക്ക് 3 മക്കളില്ലേ, 3 ആമക്കള്. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ മകൻ താലി കെട്ടിയ പെണ്ണല്ലേ ഇത് ചന്ദ്രപതി. നമ്മളൊരു കുടുംബമല്ലേ ചന്ദ്രപതി? ഓ ഒരു കുടുംബോ? എന്ത് കുടുംബം? നാണമില്ലല്ലോടി ഒരു കുടുംബം എന്ന് പറഞ്ഞ് സംസാരിക്കാൻ. ആനയും അണ്ണാനും തമ്മിലുള്ള വ്യത്യാസമാ. നമ്മളൊരു കുടുംബമാണെന്ന് പറയുമ്പോ നിനക്ക് നാണാവുന്നില്ലേടി? കേൾക്കുമ്പോ എനിക്ക് നാണാവുക, നിനക്കൊക്കെ അഭിമാനമായിരിക്കും. പക്ഷെ എനിക്ക് അത് അപമാനമാ, അത് അപമാനം. കുടുംബം പോലും കുടുംബം, എന്ത് കുടുംബമാടി? വിട്ടുപൊക്കോ എന്റെ മുമ്പിൽ നിന്ന്. അത് പിന്നെ ചന്ദ്രമതി, ഞങ്ങളോട് ഇങ്ങനെയൊക്കെ പറയുമ്പോ നിനക്ക് മനസ്സിന് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ നീ പറഞ്ഞോ, എത്ര വേണമെങ്കിലും പറഞ്ഞോ. പക്ഷെ നീ എന്റെ മോനെ വിട്ടയക്കണം പ്ലീസ്. ഞാൻ കാല് പിടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കൈ കൂപ്പി നിൽക്കുകയാണ് കേട്ടോ. ഏതായാലും ഈ സമയത്ത് നിന്റെ മകന് കൊടുത്ത പരാതി ഞാൻ പിൻവലിക്കണം. നിങ്ങൾ എല്ലാവരെയും ഞാൻ എങ്ങനെയാ ജയിലിൽ കയറ്റാന്നാ വിചാരിക്കുന്നത്? അപ്പോഴാ മോന്റെ പരാതി പിൻവലിക്കണമെന്ന്. ഭാമേ എന്തൊരു തമാശയാണെന്ന് നോക്കിയേ ഭാമേ. ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാന്. ഇനി ഇറങ്ങിപ്പോയില്ലെങ്കിൽ തിളച്ച വെള്ളം ഒഴിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ ദേവി പറഞ്ഞു, അമ്മേ ബാ നമുക്ക് പോകാം, ഇവരെ കാണാൻ വരണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ അമ്മയോട്, ചേച്ചി പറഞ്ഞല്ലേ വന്നേ നമുക്ക് പോകാം. അത് പിന്നെ മോളെ ചന്ദ്രമതി, നിങ്ങൾ 3 മക്കളുടെ അമ്മയല്ലേ, എന്ത് പറഞ്ഞാലും എന്റെ മോനോട് ദയവ് കാണിക്കുന്ന ഞാൻ കരുതിയത്. നിങ്ങളും പ്രസവിച്ചതല്ലേ, അതാ ഞാൻ വന്നത്. പക്ഷേ നിങ്ങൾക്ക് ദയവ് കാണിക്കാൻ പറ്റില്ല. ഞാൻ വരരുതായിരുന്നു, എനിക്ക് ആ തെറ്റ് പറ്റിപ്പോയത് എന്റെ തെറ്റാ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, അമ്മേ വരുന്നുണ്ടോ? ഇനി ഒരിക്കലും ഇവരുടെ മുമ്പിൽ വരരുതമ്മേ, അതാ വേണ്ടത്. അമ്മ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ലക്ഷ്മിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷമായിട്ട് എത്രയും പെട്ടെന്ന് കാണാട്ടോ. അതുവരെ ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിക്കാനും മറക്കരുതേ.